ഒരു വള്ളിക്ക് ഇതിൽ വേര് പിടിച്ച ഒരു വള്ളിക്ക് 8 രൂപ വെച്ചാണ് നമ്മൾ ഇടുന്നത്. 5 ലക്ഷം വരെ വള്ളികൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല കുരുമുളകിൻ്റെ ഒരു പ്രത്യേക വശത്തിലുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ കാലം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അല്ലേ, ഒരു സമ്പാദ്യം എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ഡെപ്പോസിറ്റ്. 365 ദിവസവും നമുക്ക് നല്ല വിള തരുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ടാണ് നമ്മുടെ കുറ്റി കുരുമുളക്. അപ്പോൾ നമുക്ക് ഇത് ലാഭകരമായ ഒരു കൃഷി തന്നെയാണ്. തീർച്ചയായും 5 എണ്ണമാണ് ഒരു എണ്ണത്തിനത് നടന്നില്ലയോ? അപ്പോൾ ഇനി അത് വീണ്ടും നമ്മൾ കട്ട് ചെയ്യണം. അപ്പം ഇത് എല്ലാത്തിലും വലിയ ഇലകളൊക്കെ വന്ന് നല്ല റെഡിയായിട്ട് 5 എണ്ണത്തിലും കിളിച്ച് നിൽപ്പുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ ഏറ്റവും നല്ല കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പോൾ ആ കർഷകർക്ക് ഇതെങ്ങനെ ലാഭകരമായി ചെയ്യാം, ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ആ വിത്ത് തൈ എടുക്കുന്ന സമയം മുതലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കാൻ കൊല്ലം ജില്ലയിലെ തന്നെ അഞ്ചൽ കോട്ടുക്കൽ ഫാമിലെ സർക്കാർ ഫാമിലെ കൃഷി അസിസ്റ്റൻറ്റ് വിനോദ് സാർ നമ്മോടൊപ്പം ഉണ്ട്. സാധാരണയായി നമ്മുടെ തുലാവർഷം ആരംഭിക്കുന്നതോടുകൂടി ഇടവപ്പാതി തുലാവർഷം ഈ 2 സീസണുകളിലായിട്ടാണ് കുരുമുളക് നടാറുള്ളത്. അപ്പോൾ നമ്മുടെ ജൂൺ മാസം 1-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അതാണ് സാധാരണ വിതരണത്തിന് വേണ്ടി ഈ കുരുമുളക് വള്ളി സർക്കാർ ഫാമുകളിൽ തയ്യാറാക്കാറുള്ളത്. ജൂൺ മാസം ആകുന്നതിന് വേണ്ടി ഇത് വിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു ജനുവരി മാസം മുതൽ ഇതിൻ്റെ വള്ളി കവറിലേക്ക് ആക്കി തുടങ്ങും. വള്ളി നടൽ വസ്തുക്കൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം വരെ വള്ളികൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിയിട്ടുണ്ട് ഒരേ സമയത്ത്. അതെ, ഒരു വർഷത്തിൽ ജൂൺ മാസത്തിലെ വിതരണത്തിനാണ് യഥാർത്ഥത്തിൽ ഫാമുകൾ കൂടുതലും തയ്യാറെടുക്കുന്നത്. ജൂൺ മാസത്തിലെ ഒരു തവണ എല്ലാ കൃഷിഭവനുകളിലേക്കും തൈ വിതരണം ചെയ്യുക, കർഷകർക്ക് നേരിട്ട് വിതരണം ചെയ്യുക, ഇതൊക്കെയാണ് ഫാമിൻ്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ നേരിട്ടും വിതരണം ചെയ്യുന്നുണ്ട്. കൃഷിഭവനുകൾക്ക് എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചപ്പെടുന്നതിന് വേണ്ടി, ജില്ലയുടെ എല്ലാ ഭാഗത്തും തൈകൾ എത്തുന്നതിന് വേണ്ടി കൃഷിഭവൻ വഴിയാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു തൈ ഇത് നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്? ഒരു വള്ളിക്ക് ഇതിൽ വേര് പിടിച്ച ഒരു വള്ളിക്ക് 8 രൂപ വെച്ചാണ് നമ്മൾ ഇടുന്നത്. 5 വള്ളികളുണ്ടാവും, 4 വള്ളി 5 വള്ളി ഉണ്ടാവും. 8 രൂപയ്ക്ക് 40 അല്ലേ? അതെ 40 രൂപയോളം വില വരും. അത്രേ ആവുന്നുള്ളൂ. അതേ ഉള്ളൂ. അത് ശരി. ഇപ്പോൾ സാധാരണ ഞാൻ കരുതി ഒരു തൈ ഈ ഒരു വള്ളി മാത്രമേ കാണൂ വിചാരിച്ചു. ഇപ്പോൾ ഇത്രയും വള്ളി എന്തിനാ ഒരു കൂടെ ഒരു ചുവട്ടിൽ വെക്കാൻ ഉദ്ദേശിച്ചാണ്. ഒരു ചുവട്ടിലോ 2 ചുവട്ടിലോ ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓ, അത് ശരി. ഒരു തൈ ആയിട്ടല്ല വെക്കുന്നത്? അല്ല 2 ചുവട്ടിൽ വെക്കാം. ഇപ്പോൾ 5 വള്ളി ഉണ്ടെങ്കിൽ നമുക്ക് 2 ചുവട്ടിലായിട്ട് വെക്കാം, 3 ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇളക്കി സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. അതുകൊണ്ടാണ് ഈ ജൂൺ മാസത്തിൽ തന്നെ നടാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരുമിച്ച് ചുവട്ടിൽ വെച്ചാലും കുഴപ്പമില്ല. സാധാരണഗതിയിൽ നമ്മൾ 5 വള്ളിയാണ് ഒരു കവറിൽ വെക്കുന്നത്. അതിലെല്ലാം മുളച്ച് കിട്ടണമെന്നില്ല. ചില ഒരു ഏറെക്കുറെ ഒരു ആവറേജ് 3 വള്ളി 4 വള്ളിയൊക്കെ ശരാശരി കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നല്ല അതായത് ഈ നമ്മുടെ ഈ ചതുപ്പ് നിലം നികത്തിയിട്ട് പട കോരിയിട്ട് നമ്മൾ നടാറുണ്ടല്ലോ, അവിടെ ഇത് വള്ളി വെക്കാൻ പറ്റും. അപ്പോൾ ജലത്തിന്റെ ഒരു സാന്നിധ്യം കൂടിക്കഴിഞ്ഞാൽ ഇത് അഴുകി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ തിപ്പലിയിൽ ഈ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് ആ ചെടികളാണ് ചതുപ്പ് നിലത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഇത് വെക്കാറില്ല, നേരിട്ട് വെക്കാറില്ല. ഇത് കൂടുതൽ അസുഖങ്ങൾ വരാനും വള്ളി അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ തിപ്പലി, ബ്രസീലിയൻ തിപ്പലി. അപ്പോൾ അതിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ആ ചെടികളാണ് നമ്മൾ കൂടുതലും അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത്. ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തൈകൾ മാത്രമേ നമുക്ക് ഈ നിലമൊക്കെ പണ കോരിയിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൃഷിയിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ 5 എണ്ണ ഒരു കവറിലുണ്ട്. അപ്പം ഇത് ഒരു മൂട്ടിൽ വെക്കാൻ പറ്റും. അതെ, ഒരു മൂട്ടിൽ വെക്കാൻ പറ്റും. ഇപ്പം ഇത് പിരിച്ചും നമുക്ക് വെക്കാൻ പറ്റും. നമുക്ക് തൈകളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതൊരു 2 ചുവട്ടിലായിട്ട് വെക്കാൻ പറ്റും. 2 വള്ളി മിനിമം ഒരു ചുവട്ടിൽ മതിയാവും. ഒരു താങ്ങുകാലിൽ 2 വള്ളി മതിയാവും. 2 പേര് പിടിപ്പിച്ചാൽ 2 വള്ളി വെച്ചാൽ മതി. ചെറിയൊരു ഇപ്പോൾ സാധാരണ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ വെക്കുന്നെങ്കിൽ ഇതിന്റെ 2 വള്ളി മാത്രം ചുവട്ടിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഈ കോൺക്രീറ്റ് പൈപ്പിനകത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതിന്റെ സക്സസിനെ പറ്റിയെല്ലാം ഉള്ള റിസൾട്ടുകൾ വരുന്നതേ ഉള്ളൂ. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് എങ്ങനെ യോജിക്കും, അത് ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാര്യത്തിൽ അത് ഗുണമുണ്ട്. കുറച്ച് താങ്ങുകാൽ വളം പിടിക്കുന്ന ഒരു അവസ്ഥ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. സിമന്റ് തൂണാണ്, അപ്പോൾ അതിന് താങ്ങുകാൽ വളം പിടിക്കത്തില്ല. പിന്നെ അതുപോലെ ദോഷവശങ്ങളും ഉണ്ട്. നമ്മുടെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ കിട്ടുന്ന ഒരു തണുപ്പോ ഒരു ഷെയ്ഡോ ഒന്നും കോൺക്രീറ്റിലോ അല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റ് കൊടുത്താലോ കിട്ടത്തില്ല. അങ്ങനെ പിന്നെ ഇതിലെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതിലൊരു അള്ളു പിടിച്ച് കയറും, തൂണിൽ പിടിച്ച് കയറുന്നത്. അത് കോൺക്രീറ്റിൽ കുറച്ച് പൈപ്പ് PVC പൈപ്പിൽ വളരെ മോശമാണ്. പൈപ്പിൽ നേരെ പിടിച്ച് കയറുന്നില്ല, ഗ്രിപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഗ്രിപ്പ് കിട്ടാനായിട്ട് അത് വേറെ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ 1-2 ചെറിയ പോരായ്മകളുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഇങ്ങനെ ഒരു റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വേനൽക്കാലത്ത് കൂടുതൽ അത് വളരെ മോശമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചൂട് കൂടുതലായിട്ട്. അതെ, നമ്മളെ മരത്തിന്റെ ചുവട്ടിൽ കിട്ടുന്ന ഒരു അന്തരീക്ഷം ഒരിക്കലും ഈ പറഞ്ഞ സിമന്റ് തൂണിലോ PVC പൈപ്പിലൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഈ തൈ നമുക്ക് ഇപ്പോൾ ഈ കൂടയിലേക്ക് നിറച്ച് എത്ര ദിവസം വെക്കണം? ഇത് സാധാരണഗതിയിൽ ഇത് തുടക്കം മുതൽ ആണെങ്കിലും നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മുതൽ പറയാം. ഇതിനുള്ള ഈ 5 ലക്ഷം വള്ളിയൊക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമ്പോൾ ഫാമിലെ അവസ്ഥയിൽ തന്നെ ഈ വള്ളി ഉണ്ടാവില്ല. ഫാമിൽ തന്നെ അതിനുള്ള ഒരു ശേഖരം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഗുണമേന്മയുള്ള വള്ളി തിരഞ്ഞെടുക്കാനായിട്ട് പഴയ കർഷകർ ഒത്തിരി കാലം കൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അവർ തോട്ടം ഒരു 3-4 വർഷം അത് ഒബ്സർവ് ചെയ്യും. നല്ല തോട്ടമാണെന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് അവരുടെ ലിസ്റ്റ് നമ്മൾ
ഒരു ടീമുണ്ട്, ഒരു എക്സ്പെർട്ടുകളുടെ ഒരു ടീമുണ്ട്, ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ കൃഷി വകുപ്പിൽ നിന്നും കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള എക്സ്പെർട്ടുകൾ ചേർന്ന ഒരു സമിതി. അവർ വന്നിട്ട് ഈ വള്ളികളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് വിത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ വേര് പിടിപ്പിക്കുന്ന തൈകൾ ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് അവർ ഉറപ്പ് തന്നതിന് ശേഷം അവരിൽ നിന്ന് ഈ വള്ളി ശേഖരിക്കും. കാശ് കൊടുത്താണ് ആ വള്ളി ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്നാണ് തൈ ഉൽപ്പാദനത്തിന് വേണ്ടി എടുക്കുന്നത്. തൈ നമ്മൾ അത് വള്ളി അന്നേരം തന്നെ ഉണ്ട്, അന്ന് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ തന്നെ ഉപയോഗിക്കും. പിന്നെ അതിന് നമ്മുടെ നാട്ടിൻപുറത്തെ സാധനമുണ്ട്, ഇത് കൊണ്ടുവന്നിട്ട് ഈ പാളക്കകത്തൊക്കെ അതെ ഇത് കുരുമുളക് വള്ളിയാണ്. വെയിലടിച്ച വലിയ ബുദ്ധിമുട്ട് വരെ ഇതിൽ നീര് പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും വളരെ ഷെയ്ഡ് കൊടുത്ത് നനഞ്ഞ ചണച്ചാക്കിലോ പാളയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നത്തിൽ പൊതിഞ്ഞായിരിക്കും ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും ഒരു നാടൻ രീതി തന്നെയാണ് ഇപ്പോഴും നമുക്ക് ആ ഒരു കരിയിലയോ അതൊക്കെ ആയിരിക്കും നല്ലത്. വാഴക്കരിയിലൊക്കെ പൊതിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വളരെ ആ തണുപ്പും കിട്ടും, നല്ല രീതിയിൽ കൊണ്ടുവരാം. അപ്പോൾ കൊണ്ടുവരുന്ന ദിവസം തന്നെ നമ്മളത് ഉപയോഗിക്കും. പക്ഷെ അതിനു മുമ്പേ കുറെ മുന്നൊരുക്കങ്ങൾ ചെയ്യണം. മുന്നൊരുക്കം ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒന്നാമത്തെ കാര്യം പോട്ടി മിക്സറാണ്. പോട്ടി മിക്സർ ഇതിന് ഏകദേശം ഒരു 3 മാസം വളരാനുള്ള വേര് പിടിക്കാനുള്ള ഒരു മാധ്യമം നമ്മൾ കൊടുക്കണം. വെറും മണ്ണ് മാത്രമല്ല, വെറും മണ്ണല്ല, നല്ല വായുസഞ്ചാരമുള്ള മണ്ണ് ശേഖരിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഇതുണ്ടല്ലോ ചകിരി കമ്പോസ്റ്റ് ചേർക്കും, ചാണകപ്പൊടി ചേർക്കും, ഉണക്ക ചാണകപ്പൊടിയും ചകിരി കമ്പോസ്റ്റും ഇല്ലാത്ത കളിയില്ല. കാര്യം നമുക്ക് മണൽ ദൗർലഭ്യം ആയത് മുതൽ നമ്മൾ ഈ ചകിരി കമ്പോസ്റ്റിൽ അങ്ങോട്ട് അങ്ങ് മാറി. വെള്ളം വലിഞ്ഞു പോകുന്നതിനും നീര് വലിഞ്ഞു പോകുന്നതിനും പിന്നെ വേര് സ്മൂത്തായിട്ട് വളരുന്നതിനും എല്ലാത്തിനും ഈർപ്പം നിലനിർത്തുന്നതിനും വേണ്ടി ചകിരി കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ചാണകപ്പൊടിയും വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവന്ന വള്ളി ഇതുപോലെ തയ്യാറാക്കിയിട്ട പോട്ടി മിക്സറിൽ നമ്മൾ കുറച്ച് അണുനശീകരണം നടത്തുന്നതിനുള്ള സോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോസസ് ഉണ്ട്. സൂര്യതാപം കൊണ്ട് ഇതിനകത്തുള്ള അണുക്കളെ നശിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. തുറസായ സ്ഥലത്ത് നിരത്തിയിട്ടതിന് ശേഷം അതിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് മൂടി സംരക്ഷിച്ച് അതിനകത്തുള്ള നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അണുക്കളെല്ലാം നമ്മളങ്ങ് നശിപ്പിക്കും. ആ മണ്ണ് ഉപയോഗിച്ച് അതിലേക്ക് ഈ ചാണകം അങ്ങനെയുള്ള പോട്ടി മിക്സറായിട്ട് തയ്യാറാക്കും. മിക്സർ തയ്യാറാക്കിയിട്ടും അങ്ങനെ ചെയ്യാറുണ്ട്, അല്ലാതെ മണ്ണിനെ മാത്രം സൂര്യതാപീകരണം നടത്തിയും ചെയ്യാറുണ്ട്. കുറേ പണിയുണ്ട്. വലിയൊരു ജോലിയാണ്. ഈ ചരിത്രാതീത കാലം മുതൽ കുരുമുളകിനൊരു സ്ഥാനമുണ്ട്. നമ്മുടെ ഈ വൈദേശികരൊക്കെ വന്ന് അടിച്ചുകൊണ്ട് പോയ സാധനവും നമ്മുടെ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകാണ്. അത് കുറച്ച് വ്യവസായമായി ചെയ്ത് അതിൻ്റെ ഒരു പ്രാധാന്യവും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അറിയാലോ, കുരുമുളക് ചുക്ക് ചേരാത്ത കഷായം എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലാഭകരമാകുന്ന തരത്തിലേക്ക് ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും ഈ കുരുമുളക് കൃഷിയും? അതെ, ശരിക്കും കുരുമുളകിനെ കരുതിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിദേശീയരൊക്കെ നമ്മളെ സമീപിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മളെ ഭരണം ഏറ്റെടുക്കാനും ഒക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കുരുമുളകും അതിലൊരു ഘടകമാണ്. കാര്യം മറ്റു രാജ്യങ്ങളിലൊന്നും ഇത്രയും ഭംഗിയായിട്ട് കുരുമുളക് വരുന്നുമില്ല. അത് കഴിഞ്ഞ് ഈ കുരുമുളകിൻ്റെ അതേ ഗുണനിലവാരം ഇറങ്ങി കീപ്പ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾക്ക് കേരളവും സുഗന്ധദ്രവ്യങ്ങളും തമ്മിലൊരു വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ളൊരു ഭൂപ്രദേശമാണ് നമ്മളത്, അല്ലേ? ഏലത്തിൻ്റെ കാര്യത്തിലായാലും കുരുമുളകിൻ്റെ കാര്യത്തിലായാലും ഗ്രാമ്പൂവിൻ്റെ കാര്യത്തിലായാലും എല്ലാം നമ്മൾ ഈ സ്പൈസസ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ വരുന്നൊരു സാധനമാണ്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജീപ്പിനകത്ത് കുരുമുളക് കൊണ്ട് കൊടുത്തിട്ട് പുതിയ ജീപ്പ് വാങ്ങി വരുന്നത്. അത് മാത്രമല്ല, കുരുമുളകിൻ്റെ ഒരു പ്രത്യേക വശത്തിലുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ കാലം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, അല്ലെ? ഒരു സമ്പാദ്യം എന്ന് പറയാൻ വേണമെങ്കിൽ, ഒരു ഡെപ്പോസിറ്റ് എന്ന് പറയാം. നമുക്ക് ചാക്കിയിട്ട് സൂക്ഷിക്കാം. ഉണക്കിയ കുരുമുളക് നമുക്ക് കാലാകാലങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ഗുണനിലവാരത്തിൽ വലിയ പോരായ്മകളൊന്നും വരത്തില്ല. ഈ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കീടാണുക്കൾ വലുതായിട്ട് ഉപദ്രവിക്കാറില്ല. കാര്യം അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഉപയോഗിക്കാറില്ല. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ നൊങ്ങില്ലേ, അതെടുത്തിട്ട് ഈ തലയണയായിട്ട് കെട്ടിയിട്ട് തലയ്ക്ക് വെച്ച് കിടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ശരിയാണ്. അതിന്റെ ശാസ്ത്രീയവശം നമുക്ക് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമേ കുരുമുളക് ഒരിക്കൽ സ്ഥലത്ത് തന്നെ നിന്നാൽ തന്നെ നമുക്ക് പകുതി അസുഖം അതിന്റെ ആ മണവും. ഒരുപാട് ഗുണനിലവാരമുള്ള ഒരു സാധനമാണ് കുരുമുളക് എന്ന് പറയുന്നത്. നമുക്കിടെ എല്ലാ മരുന്നുകളിലും, അത്യാവശ്യം ആയുർവേദ മരുന്നുകളിലും എല്ലാം ഒരു ഘടകമാണത്. അപ്പൊ നമുക്ക് ഇത് ലാഭകരമായ ഒരു കൃഷി തന്നെയാണ്. തീർച്ചയായും. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്നും അതിന്റെ പുറകിൽ ജോലിയില്ല. ശരിക്കും ഒരു കുരുമുളക് കൂടി ഒരു 3-4 വർഷം കടക്കുമ്പോൾ തന്നെ ആദായത്തിന്റെ ആരംഭിച്ചു തുടങ്ങും, ആദായം കിട്ടാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു 5 വർഷമൊക്കെ ആകുമ്പോൾ അതിന്റെ പരമാവധി ആദായത്തിലോട്ട് അത് പോയിക്കൊണ്ടിരിക്കും. പിന്നീടുള്ള കാലങ്ങളിൽ പുറകോട്ടുള്ള മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര വർഷം വരെ വിളവെടുക്കാൻ പറ്റും? അത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ വളർന്ന് മുകളിലെത്തിയ കൊടിയെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും തിരിച്ചിറക്കി ചെറുപ്പമാക്കാം. ഇതിനെ വീണ്ടും തറയിൽ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് നമുക്ക് ആ കൊടി 100% ഒഴിവാക്കിയിട്ട് പുതിയത് കൃഷി ചെയ്യണമെന്നില്ല. അതിനെ വീണ്ടും അതിനെ ചെറുപ്പമാക്കാം. തിരിച്ചു കൊണ്ടുവന്ന് പുതിയ വേരുപടലം ഉണ്ടാകാത്ത രീതിയിൽ അടിയിലുള്ള കുറേ ശിഖരങ്ങൾ ഒഴിവാക്കിയിട്ട് മണ്ണിൽ തന്നെ ചുറ്റി വളർത്തി വീണ്ടും താങ്ങാലിലേക്ക് കയറ്റിവിടാം. പണ്ടൊക്കെ നമ്മുടെ ഈ അടയ്ക്കാമരത്തിൽ തെങ്ങിലേക്ക് അടയ്ക്കാമരത്തിൽ കൂടുതൽ അടയ്ക്കാമരം വളർന്നു പോകുന്ന മേളിൽ പോകും. വലിയ ഏണിയൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ആൾക്കാർ കയറി മുളക് പറിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർ താപ്പോട്ട് പിടിച്ച് ഇറക്കി കൊണ്ടുവരുന്നതാണ്. തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇതിനെ ചെറുപ്പമാക്കുന്നത്. വീണ്ടും വളർന്നു കയറുന്നതനുസരിച്ച് ആദായം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിലെല്ലാം കാര്യത്തിൽ ഈ ചില സമയത്ത് ഈ കൃഷികളെല്ലാം പുറകോട്ട് പോകാൻ കാര്യം 1-2 വർഷം
ഇതിന്റെ വിലയിൽ കുറവ് വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അതിലേക്കുള്ള ശ്രദ്ധ അങ്ങ് കുറയും. നമ്മുടെ തെങ്ങിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന പോലെ ആ സമയത്ത് അതിന് വേണ്ട പരിചരണമൊന്നും നൽകാറില്ല. വില കുറവല്ലേ, അതിന് തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട, വിലയുള്ള കാലത്ത് നോക്കാമെന്ന് വിചാരിക്കും. പക്ഷേ വിലയുള്ള കാലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമായി പോകും. അതാണ് അതിന് സംഭവിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു വീട്ടിൽ ഒരു 2 മുളകിന്റെ തൈയെങ്കിലും കുരുമുളക് തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇനി സ്ഥലമില്ലാത്തവർക്ക് പോലും കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞൊരു ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന കുരുമുളക് നമുക്കുണ്ടോ? ഉണ്ട്. ഇവിടെ അതിന്റെ വിപണനമുണ്ട്. അത് ഇവിടെ വിൽക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറ്റിക്കുരുമുളകും നമുക്ക് വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റും. സ്ഥലപരിമിതി ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് വലിയ കത്തിയൊക്കെ വെച്ചേക്കുന്ന ഇവിടെ അത് നടാനുള്ളതാ. ചെറിയ കവറാണ് സാധാരണ നമ്മൾ ഈ കവറിലാണ് എടുക്കുന്നത്. ഇങ്ങനെ മണ്ണിടുക. നടാ അത് ഈ എണ്ണം കുറയും. അതില് 5 എണ്ണമൊക്കെ വെക്കുമ്പോഴും പാടാ. അപ്പൊ ഇങ്ങനെ നിറയ്ക്കുക. അപ്പോഴിങ്ങനെ ഇത് വൃത്തിയാക്കുക. കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ വേറുള്ള ഭാഗം ഇത് കുഴിച്ചു അത് ഇവിടെ ഇതിനകത്ത് മുക്കണം. ഇതെന്തോ സാധനം ഇത് മുക്കുന്നേ? റൂട്ടിംഗ് ഹോർമോൺ അല്ലയോ? ഓ, അതായത് മുക്കിയിട്ട് വെക്കുമോ? അപ്പോൾ പെട്ടെന്ന് ഇതിന്റെ വേരുണ്ടാവും. ഓ, അത് ശരി. 3 മാസം ആകുമ്പോഴത്തേക്ക് വേരാവത്തുള്ളൂ. 3 മാസം ആകുമ്പോഴത്തേക്ക്. എന്നിട്ട് നമ്മൾ ഇത് കുഴിച്ച് വെക്കുമോ? വേറെ ഒന്നും ചെയ്യണ്ട, അത് കുഴിച്ച് വെച്ചോ. 5 എണ്ണമാണ് ഒരു എണ്ണത്തിനത് നടുന്നില്ലയോ? അപ്പോൾ ഇനി അത് വീണ്ടും നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുക. ഞാൻ വീണ്ടും അത് മുക്കുക. അങ്ങനെയാണ്. ഇതല്ല മുക്കിക്കോ. ഇപ്പം നമുക്ക് തൽക്കാലം ഇനി 2 എണ്ണത്തെ നടണമല്ലയോ? ചേച്ചി എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ? ഞാൻ ഇവിടെ 2015 തൊട്ട് ഇതിനകത്തുണ്ട്. അത് ശരി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ പെൻഷൻ ആവാറായി. ഈ 30-ാം തീയതി ഇറങ്ങും. പെൻഷൻ ആവുക. പെൻഷൻ ആവാറായി. അത് ശരി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗീതേച്ചിയാണ് നമ്മുടെ ഇവിടുന്ന് കുരുമുളക്, ഇവിടുന്ന് ലക്ഷക്കണക്കിന് കുരുമുളകിൻ്റെ തൈകളൊക്കെ ഇതുപോലെ ഗീതേച്ചി മാത്രമല്ല, അവർ സഹായിക്കാൻ ഒത്തിരി ആളുകളുടെ ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് ഇവിടുന്ന് തൈകളാക്കി കൊടുക്കുന്നില്ലയോ? ഇതിന് നമ്മൾ വെക്കും. ഇത് മുള വരാൻ മണ്ട എന്തെങ്കിലും മൂടി വെക്കുകയും ചെയ്യുമോ? ഇല്ല. പിന്നെ ഇതിങ്ങനെ വെക്കത്തേ ഉള്ളു. പിന്നെ ഇത് പിന്നെ ചാണകം വെള്ളം ഒഴിക്കും. പിന്നെ മറ്റേ 19 അടിക്കും. പിന്നെ ഇത് കേടാവാതിരിക്കും. ഇല വരുമ്പോഴത്തേക്ക് കേടാവുമെന്നെങ്കിൽ അതിന് പിന്നെ മാസ്റ്റർ മരുന്ന് വാവസ്റ്റ് അങ്ങനെ ഏതെങ്കിലും മരുന്നുകൾ തളിക്കും. അങ്ങനെ കേടില്ലാതെ വളർച്ചയായിട്ട് വരുന്നത്. അത് ശരി. അപ്പോൾ കണ്ടല്ലോ, ഇതിനെയാണ് ഇനി വെച്ച് നമ്മൾ ഇനി തൈയായിട്ട് കിളിപ്പിച്ച് നമുക്കിതിൻ്റെ ഓരോരോ ഘട്ടങ്ങളും നമുക്കിത് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗീതേച്ചി അവിടെ നിന്ന് എല്ലാം നട്ട് വെച്ച കണ്ടല്ലോ. അതിന് ശേഷമുള്ള ഒരു 2ാം ഘട്ടമാണ്. ഇത് നമ്മളെ സഹായിക്കാൻ നമ്മുടെ ബാബുച്ചേട്ടനാണ് ഇതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇത് പിടിക്കുക ബാബുച്ചേട്ടാ. അപ്പോൾ ഇത് നമ്മളവിടെ ഗീതേച്ചി നട്ട് ഇവിടെ നമുക്ക് കൊണ്ടു തന്ന സാധനമല്ലയോ? ഇതിപ്പോൾ എത്ര ദിവസമായി? ഇത് ചെറിയ മുള വന്ന് തുടങ്ങി. ഇതിൽ കുഞ്ഞു മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ എല്ലാം മുള വന്നതൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ 1ാം ഘട്ടമാണ് ഇല്ലയോ? അത് 1ാം ഘട്ടമാണ്. ഇത് പന്നിയൂർ എന്ന് പറഞ്ഞാണോ? ഇത് പന്നിയൂർ എന്ന് പറയുന്ന ഇനമാണ്. ഇനത്തിൽപ്പെട്ട ഇല്ലയോ? ഇതിപ്പോൾ നട്ടിട്ട് എത്ര ദിവസമായി കാണും? ഇത് നട്ടിട്ട് ഒരു 1.5 മാസത്തോളം ആവും. 1.5 മാസം എടുത്ത് ഇത്തിരി മുള വരാൻ. ഇനി നമുക്ക് അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോവാം അല്ലയോ? അപ്പോൾ ഇതിന്റെ 2ാം ഘട്ടമല്ലേ? 2ാം ഘട്ടം ഇവിടെ നല്ല തളിരിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇല വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലയോ? ഇതിന്റെ 2ാം ഘട്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര മാസം ആയിട്ടുണ്ട്? അത് 2 മാസത്തിനടുത്ത്. 2 മാസം ആയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് നമ്മൾ 1ഉം 2ഉം കണ്ട്. ഇത് നമ്മുടെ 3ാം ഘട്ടം അല്ലയോ? 3ാം ഘട്ടത്തിൽ ഇപ്പോൾ നല്ല ലവ് പോലെയൊക്കെ നല്ല ചിഹ്നമൊക്കെ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇതിനെന്ത് വളം നമ്മൾ ഉപയോഗിക്കുന്നത്? ഇവിടെ ഇപ്പോൾ വളം വല്ല ഉപയോഗിക്കുമോ? ഇപ്പം നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഈ പോട്ടിംഗ് മിക്സറാണ്. നമ്മൾ ഇതിനകത്ത് ഈ പോട്ടിംഗ് മിക്സർ ഈ കവറിനകത്ത് നിറയ്ക്കുമ്പോഴത്തേക്ക് ചാണകപ്പൊടി അന്നേരം ഇടുന്ന ഇത് വളയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ കുറേ ഈ ഒരു ഇലകൾ വന്നതിന് ശേഷം ഇതിനകത്ത് ഈ ചാണകം കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ രാസവളത്തിൻ്റെ എന്ന് പറയുന്നത് 19 എന്ന NPK 19 എന്നുള്ള വളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വളമായിട്ട് ഇടുവോ അതോ ലായനിയായിട്ട് തെളിക്കുകയല്ലേ? ഓ, അത് ശരി. ഇപ്പോൾ ഇതൊക്കെ നല്ല വലിയ ഇലയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഈ തൈയായിട്ടൊക്കെ നമുക്ക് തുടക്കത്തിലേ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല വന്നതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ വലിയ ഇലയൊക്കെ വന്നേ കുറച്ചുകൂടെ നല്ല മുറ്റ് തൈ എന്നൊക്കെ പറയാൻ അല്ലേ? ഫലഭൂയിഷ്ടമായ നല്ല തൈ എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. നമ്മുടെ ഒരു 4ാം ഘട്ടമാണല്ലോ ഇതിപ്പോൾ. എനിക്ക് വന്നത് കുറച്ചുകൂടെ കുറേ കൂടെ ഒരു 2-2.5 മാസം ആകുമ്പോഴത്തേക്ക് ഇത് ഇല വന്നിട്ടുണ്ട്. അപ്പം ഇത് എല്ലാത്തിലും വലിയ ഇലകളൊക്കെ വന്ന് നല്ല റെഡിയായിട്ട് 5 എണ്ണത്തിലും കിളിച്ച് നിൽപ്പുണ്ട്.
ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5ാം ഘട്ടമായി. അപ്പോൾ അവൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇതിന് ഈ 5ാം ഘട്ടത്തിലും ഇതിനും ഇതിൻ്റെ പുഴുവിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പ്രാണികളുടെ സാംക്രമിക കീടങ്ങളുടെയൊക്കെ ഒരു ശല്യമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടല്ലേ? അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന് പ്രധാനമായും വേര് ചെയ്യൽ എന്നുള്ള രോഗമാണ് ഇതിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടുതൽ കാഠിന്യം വരുമ്പോഴാണ് ഇത് അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഷീറ്റ് ഇട്ടേക്കുന്നത്. കാരണം വെള്ളം നേരിട്ട് ഇതിനകത്ത് വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ്. മഴ വെള്ളം വീഴും, ഡയറക്റ്റായിട്ട് വീഴത്തില്ല. ഈ മഴ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാലവർഷം തുടങ്ങുമ്പോഴത്തേക്ക് ഈ മഴ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തുള്ളിയായിട്ട് പെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്ലാസ്റ്റിക് ചരിച്ച് കിട്ടിയത് അപ്പോൾ അതിൽ വീഴുന്ന വെള്ളം അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് ഈ മൂട് ചെയ്യൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ മൂട് ചെയ്യലിന് വേണ്ടി നമ്മൾ മരുന്നടിക്കാം. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ഈ പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അപരിവായ തൈകളായതല്ലയോ? ഇല്ല, ഇത് കൊടുക്കാറായില്ല. അത് കുറേയും കൂടെ ഒരു 4-5 ഇല ആവണം, എന്നാലേ നമുക്കത് കൊടുക്കാൻ പറ്റും. അത് ശരി, ഇനിയും ഉണ്ട് സംഭവം. എനിക്ക് വയ്യ, ഞാൻ ഇതൊക്കെ അടുത്ത് വെളിയിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനം വന്നു. ഇതിനൊക്കെ ഈ ചെറിയ രോഗങ്ങളൊക്കെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലോ? ഇല്ലയോ? കാരണം ഇതിനകത്ത് ഇത്രയും ഇല വന്നെങ്കിൽ ഇതിനകത്ത് വേരുകൾ കൂടുതലായിട്ടില്ല. ഇതിനകത്ത് ഇത് കിളിച്ച് വരുമ്പോൾ തന്നെ ഇതിനകത്ത് വേരില്ലാതെ തന്നെയാണ് ഇത്രയും കിളിച്ച് വരുന്നത്. ഓ, അത് ശരി. പിന്നോടാണ് അതിന് വേരുകൾ ഒരുപാട് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ അസുഖത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വിപണനത്തിന് വേണ്ടി എല്ലാം സജ്ജമായിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളവിടെ വന്നപ്പോഴേ അവിടെ ഞാൻ ഈ പനീർ 1, പനീർ 2 എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതെന്താ നമ്പർ? എന്തോ അത് എന്ന് പറഞ്ഞാൽ പന്നിയൂർ എന്ന ഒരു ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. അത് 1 മുതൽ 8 വരെ ഇതുള്ള ഇനത്തിലുണ്ട്. പനീർ 1, പനീർ 2, പനീർ 3, പനീർ 4, പനീർ 5. അപ്പോൾ ഒന്നിനും ഓരോരോ ഗുണങ്ങളാണുള്ളത്. മുളകിൻ്റെ എണ്ണത്തിലും വലിപ്പത്തിലും ഒക്കെ ഈ ഗുണവ്യത്യാസമുണ്ട്. നമ്മുടെ കുറ്റി കുരുമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ, ഓക്കെ, ഇത് ഭയങ്കര വെയിറ്റ് പിടിക്കും. നോക്കട്ടെ, ഭയങ്കര വെയിറ്റ് ആണല്ലേ? ഇതിപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്ക് റെഡി ആയതാണോ? വിൽപ്പനയ്ക്ക് റെഡി ആയതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ശരിക്കും പെരയ്ക്കാത്തവരെ വെച്ച് നടത്താൻ പറ്റുമല്ലോ? ടെറസിൽ മറ്റ് സ്ഥല കുറവുള്ളവർക്ക് ഇതുപോലെ ചട്ടികളിൽ വളർത്താവുന്ന ഒരു ഇതാണ് കുറ്റിക്കുരുമുളക്. ഇതെന്ന് പറയുന്നത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന് സീസണില്ല, എപ്പോഴും മുളകുണ്ട്. 365 ദിവസവും നമുക്ക് നല്ല വിള തരുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ടാണ് നമ്മുടെ കുറ്റിക്കുരുമുളക്. ഇത് നമുക്ക് വീട്ടിൽ ശരിക്കും ടെറസിൽ വെച്ച് വളർത്താം, വീടിൻ്റെ ഷെയ്ഡിൽ വെച്ച് വളർത്താം, സിറ്റ് ഔട്ടിലൊക്കെ ഉടനെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റും.